ഇന്നത്തെ റെസിപ്പി മോര് കറിയാണ്. ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് മോര് കറി. വളരെ ഈസി ആയിട്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ആദ്യം ഒരു കപ്പ് തൈരിലോട്ട് അര കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് കട്ടയൊന്നും കൂടാതെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി മൺചട്ടി ചൂടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ വരെ കടുകിട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ ഒരു നുള്ളു ഉലുവ കൂടി ചേർത്തിട്ട് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 2-3 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ തന്നെ 2 ചെറിയുള്ളി കട്ട് ചെയ്തത് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു പച്ചമുളകാണ് ചേർത്തത്. ഇനി 2-3 വറ്റൽമുളക് കട്ട് ചെയ്തതും ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്, അതുപോലെ തന്നെ ഒരു പിഞ്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ഇട്ട് പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന തൈര് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി അര കപ്പ് കൂടി വെള്ളം ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. 1 കപ്പ് തൈരിന് 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. ഇനി നന്നായിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് തിളപ്പിക്കരുത്. നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്